സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരയുടെ സമഗ്ര വിജ്ഞാനം അറിയുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ശാസ്ത്രീയമായി സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഭാരതീയ ചിന്താധാരയുടെ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും ഉപാംഗങ്ങളും അതുപോലെ തന്നെ ഉപവേദങ്ങളും പുരാണങ്ങളും ഷഡ്ദർശനങ്ങളും ഇതിഹാസങ്ങളും ശാസ്ത്രീയമായി ഒരു സമഗ്ര വീക്ഷണം നൽകി അവതരിപ്പിക്കുക എന്ന യജ്ഞത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഈ പ്രഭാഷണ പരമ്പര നടത്തുകയാണ്. വേദങ്ങളെക്കുറിച്ചും ബ്രാഹ്മണങ്ങളെക്കുറിച്ചും ആരണ്യകങ്ങളെക്കുറിച്ചും ഋഗ്വേദീയങ്ങളായ ഉപനിഷത്തുക്കളെക്കുറിച്ചും യജുർവേദീയ അതുപോലെ തന്നെ സാമവേദീയ അഥർവവേദീയ ഉപനിഷത്തുക്കളെക്കുറിച്ചും ഏതാണ്ട് ഒരു ധാരണ, ഒരു വ്യക്തമായ ബോധം, സമഗ്രമല്ലെങ്കിലും ഉപരിപ്ലവമായ ഒരു ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞ നിങ്ങൾക്ക് ഇന്നത്തെ വേദാംഗ വിഷയത്തിൽ ഏതാണ്ട് നേരത്തേതുപോലെ തന്നെ ഒരു ഉപരിപ്ലവമായ ജ്ഞാനം അല്ലെങ്കിൽ ഒരു എത്തിനോട്ടം സാധ്യമാക്കുന്ന വിധം ശിക്ഷാ ഗ്രന്ഥങ്ങളെക്കുറിച്ചും നിരുക്ത ഗ്രന്ഥങ്ങളെക്കുറിച്ചും വ്യാകരണ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒരു അവലോകനം മാത്രമാണ് ഈ പ്രഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സമഗ്രമായ ജ്ഞാനം നൽകുവാൻ പാകത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു ബോധം നമുക്കുണ്ട്. ഏതാണ്ട് 8725 BC മുതൽക്ക് പുരാവസ്തു ഗവേഷകരുടെ ഗവേഷണത്തിൻ്റെ ഫലമായി C14 കാർബൺ സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഒരു 10,000-ത്തിനപ്പുറം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കൃതി ഇന്നും ജനഹൃദയങ്ങളിൽ ഒരു 100 കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ വർത്തിക്കുന്നതിന് കാരണം ഭാരതീയ ചിന്താധാരയുടെ ശാസ്ത്രീയത തന്നെയാണ്. ആ ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന ശിലകൾ ആരംഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. പണ്ടുള്ളവർ പറയാറുണ്ട്, ഇന്നും പലരും പറയാറുണ്ട്, വേദങ്ങളിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന്. ഒരു പരിധിവരെയും അത് സത്യമാണ്. ഓരോ തിയറവും ഓരോ ശാസ്ത്രതന്തുക്കളും വേദങ്ങളിൽ കാണുവാൻ സാധിച്ചില്ലെങ്കിലും സമഗ്രമായ ശാസ്ത്രത്തിൻ്റെ വിഷയാടിസ്ഥാനത്തിൽ തന്നെ ക്ലാസിഫൈ ചെയ്താൽ പോലും അവിടെവിടെയായി ലഭിക്കുന്ന വിജ്ഞാന ഭണ്ഡാരങ്ങളോ മുത്തുക്കളോ എന്തു വേണമെങ്കിലും പറയാം, അത് വേദത്തിലുണ്ട്. വേദാംഗങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളുടെ അംഗങ്ങൾ, വേദങ്ങളുടെ അവയവങ്ങൾ, വേദങ്ങളുടെ ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തെ 4 വേദാംഗങ്ങൾ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം. ഇത് സാഹിത്യ അല്ലെങ്കിൽ ഭാഷാപരമായ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരമാണ്. എന്തുകൊണ്ടാണ് ഇവ വേദാംഗങ്ങളായത്? വ്യാകരണം സമഗ്രമായ ഒരു പുസ്തകത്തിൽ ഇംഗ്ലീഷ് വ്യാകരണമോ മലയാള വ്യാകരണമോ തെലുങ്ക് വ്യാകരണമോ നമുക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം നിത്യജീവിതത്തിലെ ചില കർമ്മങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള ഉദാഹരണങ്ങൾ എടുത്തായിരിക്കാം നമ്മളോട് വിവരിക്കുന്നത്. എന്നാൽ വേദാംഗങ്ങളായ വ്യാകരണങ്ങൾ അല്ലെങ്കിൽ നിരുക്ത ഗ്രന്ഥങ്ങൾ, ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേദങ്ങളുടെ പദങ്ങൾ, അക്ഷരങ്ങൾ, വരികൾ, സൂക്തങ്ങൾ ഇവയിൽ ഓരോ ഉദാഹരണവും എടുത്ത് അതിലെപ്രകാരമാണ് ഓരോ കാര്യവും പറഞ്ഞിരിക്കുന്നത്, അതിന് കാരണമെന്ത് എന്ന് വിവരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ വൈദിക ഭാഷയുടെ, വൈദിക അക്ഷരത്തിൻ്റെ, വൈദിക വരികളുടെ
ഉദാഹരണങ്ങളിലൂടെ സാഹിത്യപരമായ ഭാഷാപരമായ ഉദാഹരണങ്ങൾ നൽകുന്നത് കൊണ്ടാണ്, വൈദിക അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം എന്നിവ ഭാഷാപരമായ വേദാംഗങ്ങളും ജ്യോതിഷവും കൽപ്പശാസ്ത്രവും മറ്റ് രണ്ട് വേദാംഗങ്ങളുമായത്. ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷം ഗണിതത്തിൻ്റെയും അസ്ട്രോണമിയുടെയും അതുപോലെ തന്നെ പ്രഡിക്ഷൻസ് ഉള്ള ജാതകങ്ങളുടെയും ഒരു സമ്മിശ്രമാണ്. കൽപ്പശാസ്ത്രമാകട്ടെ ഭാരതീയ ആചാരങ്ങളുടെ സമഗ്രമായ വിവരണം, അതിൻ്റെ സ്രോതസ്, അതനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, എന്തിനനുഷ്ഠിക്കണം എന്നീ വിവരണങ്ങൾ ഇവയെല്ലാം നൽകുന്നു. അങ്ങനെ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം എന്നീ 6 വേദാംഗങ്ങളിൽ ശിക്ഷാഗ്രന്ഥങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണ്. അവ സാമാന്യ ജീവിതത്തിലെ ഭാഷാപരമായ പ്രയോഗത്തിലും അതിനേക്കാളുപരി വൈദിക ശ്രുതിയിലും ശിക്ഷാഗ്രന്ഥങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വേദങ്ങളുടെ ശ്രുതി എന്ന് പറയുന്നത്, വേദങ്ങളുടെ ശ്രുതിയെക്കുറിച്ച് ഇതിനു മുൻപ് പറയുകയുണ്ടായി. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദൈവമൃത്യുജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേഭിർഷീഭിരീഢ്യോ നൂതനൈരുതാം. ഋഗ്വേദത്തിന്റെ തുടങ്ങിയ വരിയാണത്. നമസ്തേ രുദ്രമന്യവൗതോ തൈഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ. യജുർവേദത്തിലെ രുദ്രവും ചമകവും എന്ന അതിപ്രധാന ഭാഗത്തിലെ ഒരു വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലിയത്. ഇവിടെ സാധാരണ കവിത ചൊല്ലുന്നത് പോലെയോ ഗദ്യം പറയുന്നത് പോലെയോ ഭാഷാപരമായ കോൺവെർസേഷൻ പോലെയോ ഉള്ള പ്രയോഗമല്ല വേദങ്ങളുടെ ശ്രുതി. കന്യാകുമാരി മുതൽക്ക് കാശ്മീരം വരെയും ഗുജറാത്തിൻ്റെ പടിഞ്ഞാറേ അറ്റം മുതൽക്ക് ത്രിപുരയുടെ കിഴക്കേ അറ്റം വരെയും ഭാരതത്തിൽ ഒരൊറ്റ ശ്രുതി വേദത്തിനുണ്ടാകുവാൻ കാരണം സഹസ്രാബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ 10 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മുതൽക്ക് ആരംഭിച്ച വൈദിക ശ്രുതിയുടെ അടിസ്ഥാനം ഈ ശിക്ഷാഗ്രന്ഥങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാഗ്രന്ഥങ്ങളിൽ ഒന്ന് ശൗനക ശിക്ഷയാണ്. 67 ചെറിയ സൂക്തങ്ങൾ മാത്രമാണ് ശൗനക ശിക്ഷയിലുള്ളത്. ഇതാരംഭിക്കുന്നത് തന്നെ ശിവപ്രാർത്ഥനയോടുകൂടിയാണ്. വേദം എന്ന പദത്തിനും വേദം എന്ന ഗ്രന്ഥങ്ങളുടെയും വിവരണങ്ങൾക്ക് എന്താണ് ലക്ഷണം എന്ന് വിവരിക്കുന്നു. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വിവരിക്കുന്നു. സ്വരങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, വ്യഞ്ജനങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് വിവരിച്ചതിന് ശേഷം വ്യഞ്ജനങ്ങളുടെ ഘോഷവും അഘോഷവും അതുപോലെ തന്നെ നാസിക ഉച്ചാരണം, നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ എന്തിനാ മൂക്കിൽ സംസാരിക്കുന്നത് എന്ന്. വേദങ്ങളിൽ പല സ്ഥലത്തും നാസിക വരുന്നുണ്ട്, അനുനാസിക എന്ന് പറയും. അതെങ്ങനെയാണ് ചൊല്ലേണ്ടത്? അതുപോലെ തന്നെ കകാര പദങ്ങൾ, ഓരോ പദങ്ങളും നമ്മളുടെ അരയ്ക്കു മുകളിലുള്ള ഭാഗങ്ങളിൽ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് വ്യക്തമായി ശൗനക ശിക്ഷയിൽ വിവരിക്കുന്നുണ്ടത്രേ. യഥാർത്ഥത്തിൽ ഋഗ്വേദത്തിലെ ഓരോ പദങ്ങളും രേഭം, അതുപോലെ തന്നെ രേഭലോപം, നകാരം, പകാരം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അതുപോലെ തന്നെ കമ്പം, ദീർഘകമ്പം എന്നിവയും യമങ്ങളും ഊഷ്മാക്കളും പഞ്ചമങ്ങളും പദങ്ങളിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന നിയമാവലികൾ, ദ്വിത്വ നിയമം, ഇപ്രകാരം ഓരോ പദങ്ങളും അക്ഷരങ്ങളും ചേരുമ്പോൾ ഉണ്ടാകുന്ന വിവരണങ്ങൾ നൽകിയതിന് ശേഷം വീണ്ടും ശൗനക ശിക്ഷയിൽ ഉദാത്ത, അനുദാത്ത, സ്വരിത, രേഭ, പ്രചേയങ്ങളും കമ്പത്തിൻ്റെയും വിവരണം വീണ്ടും നൽകുന്നു. കൂടാതെ ഉദാത്തത്തിൻ്റെ വർണ്ണം, ഉദാത്തത്തിൻ്റെ വികാരം, ഉദാത്തത്തിൻ്റെ സംവൃതം, വിവൃതം, ആഗമം തുടങ്ങിയവയും വളരെ വ്യക്തമായ ഭാഷയിൽ ചുരുങ്ങിയ സൂക്തങ്ങളിൽ ശൗനക ശിക്ഷയിൽ നൽകുന്നുണ്ട്.